പ്രിയപ്പെട്ടവരെ, തിരുവാതിര ആശംസകൾ. പണ്ടുള്ള സ്ത്രീകളോട് തിരുവാതിര നോൽക്കാൻ പറഞ്ഞാൽ അവർ ഭക്തിപുരസ്സരം ഭർത്താവിന് വേണ്ടി അത് നോമ്പ് എടുക്കും. എന്നാൽ ഇന്നത്തെ കുട്ടികളോട് ഭർത്താവിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തോളണമെന്നില്ല. അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നറിഞ്ഞാൽ മാത്രമാണ് അവരിത് ചെയ്യുക. എന്നാൽ എന്താണ് കൂവയും പുഴുക്കും ഒക്കെ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം? എന്താണ് ഈ നോമ്പിൻ്റെ പ്രധാനം നമ്മുടെ ശരീരത്തിന് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കൂവ വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. നമുക്കറിയാമല്ലോ, കൂവക്കിഴങ്ങ് വളരെയധികം എനർജി റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമ്മൾ പണ്ട് തൊട്ട് തന്നെ ശരീരത്തിന് എന്തെങ്കിലും വയറ് സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ നമ്മൾ കൂവ കഴിക്കാറുണ്ട്. നമ്മുടെ മുത്തശ്ശിമാർ വരെ നമ്മളോട് കൂവ ഒന്ന് കുറുക്കി കൊടുക്കാനാണ് പറയുക. കൂവയിൽ നമ്മൾ ഒരു 100 ഗ്രാം കൂവ എടുത്താൽ തന്നെ അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അതുപോലെ ഡയറ്ററി ഫൈബർ ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതിലെ വൈറ്റമിൻസിൽ തന്നെ നമ്മുടെ ശരീരത്തിന് നിത്യം വേണ്ടുന്ന ബി കോംപ്ലക്സുകൾ, അതായത് B1, B2, B3, B5, B6, B9 ഇത്രയും ബി കോംപ്ലക്സുകൾ, ബി വിഭാഗത്തിൽപ്പെട്ട വൈറ്റമിൻസ് ഉണ്ട്. അതുപോലെ മിനറൽസ് ആണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സിങ്ക് ഉണ്ട്, അതുപോലെ പൊട്ടാസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മാംഗനീസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയണും ഉണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് പീരീഡ്സുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അവരുടെ ബോഡി ഹീറ്റാവും. അപ്പോൾ ഹീറ്റാവുമ്പോൾ വയറ് ഹീറ്റാവുന്നതോടൊപ്പം ഹോർമോണൽ ചേഞ്ചസിനൊപ്പം നമ്മുടെ മൂഡ് ചേഞ്ചസും വരും. പെട്ടെന്ന് ഹീറ്റായിട്ട് സംസാരിക്കുക, ഒച്ചയിട്ട് സംസാരിക്കുകയൊക്കെ നമ്മൾ ചെയ്യും. അപ്പം നമ്മുടെ ശരീരം തണുത്താൽ, വയറ് തണുത്താൽ തന്നെ കുറേ ആശ്വാസമാണ്. അതുപോലെ ഇത്തരം ഷോർട്ടേജസൊക്കെ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ അത് ബാലൻസ് ചെയ്യും. എന്നാൽ ഇത് ശരീരം തണുപ്പിക്കുന്ന ഒന്നായതുകൊണ്ട് ഇത് ഒറ്റയ്ക്ക് കഴിക്കുന്നതിനേക്കാളും നല്ലത് പുഴുക്ക് അതിൻ്റെ കൂടെ കഴിക്കുന്നതാണ്. എന്താണ് പുഴുക്ക് കഴിക്കുന്നതുകൊണ്ട് ഗുണം ചോദിച്ചാൽ മുതിര വളരെ ചൂടാണ് ശരീരത്തിന്. അപ്പോൾ കൂവയും പുഴുക്കും കൂടി ചേരുമ്പോൾ നമ്മുടെ വയറൊരു സമശീതോഷ്ണ മേഖലയാവും. ഇവ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് അങ്ങനെ പോകും. ഇത് തിരുവാതിരയ്ക്ക് മാത്രമല്ല, തിരുവാതിരക്കാലത്താണ് കൂവ കിട്ടുക എന്നുള്ളത് കൊണ്ട്, കിഴങ്ങുകളൊക്കെ കിട്ടുന്നത് കാലമായതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. ഈ കാലത്ത് കിട്ടുന്ന തനത് വെജിറ്റബിൾസും തനത് പ്രൊഡക്ട്സാണ്, നേച്ചർ നമുക്ക് തരുന്നതാണ്. അപ്പം അത് ഒരു നോമ്പ് നോറ്റ് ശുദ്ധിയും വൃത്തിയോടും കൂടി ഒരു ദിവസം ഇത് ആചരിച്ചാൽ വയറും നമ്മുടെ ഡയറ്ററി ബാലൻസിങ്ങും ആവും, വയറിനും സ്വാസ്ഥ്യമാണ്, നമ്മുടെ മെൻ്റൽ പീസ് വരെ ഇതിൽ നിന്ന് കിട്ടും. കാരണം നാം ഇന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ചിന്ത എന്ന് വളരെ പ്രമുഖർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഭക്തി പുരസ്സരം ആചരിക്കുന്നവരുണ്ട്, അവർ സുഖമായിട്ട് അത് ആചരിക്കട്ടെ. അതിൻ്റേതായിട്ടുള്ള നമ്മൾ പുരാണപരമായി കേട്ടിട്ടുള്ള കഥകളിലൊക്കെ ഊന്നി അർപ്പണ മനോഭാവത്തോടെ ചെയ്യുന്നവരുണ്ട്, അത് ചെയ്യട്ടെ. അതല്ലാതെ ന്യൂജൻ കുട്ടികൾ ഇതിൻ്റെ ഒരു അർത്ഥം, ഇതിൻ്റെ ഒരു എന്തിന് ഇത് നമ്മുടെ ശരീരം ഇതിന് ആഗ്രഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത് കൃത്യമായിട്ട് ഈ 2 വിഭവവും ചേർത്ത് വെച്ച് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് വളരെ ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി തിരുവാതിര.